ഇതാണ് മക്കൾ നമ്മളെ പൊന്നിയോർച്ച് സ്കൂളിന്റെ മാനേജറും അധ്യാപകരും നമ്മൾ സംസുഭാഷ പറയാം. അപ്പൊ മക്കളെ 22-ാം തീയതി ശനിയാഴ്ചയാണ് നമ്മൾ സ്കൂളിന്റെ വാർഷികം. അന്ന് യാത്ര പോണ്ടേ നമ്മളെ ഷാജി സുഭാഷ് ഔ കാരണം 36 കൊല്ലം മൂപ്പരുടെ അധ്യാപന സേവനം വെച്ചിട്ടുണ്ട്. അത് വല്ലാത്തയാണ്. ഔ 20 കൊല്ലത്തോളം ഇടുമാഷായിട്ട് ആലോചിക്കാൻ മാത്രമുണ്ട്. പിന്നെ നമ്മളെ വാപ്പാന്റെ പഠിച്ച കളിച്ച് രസിച്ച ഒരു സ്കൂൾ കൂടിയാണ്. ഇത് കണ്ട മക്കള്, ഇത് നല്ലൊരു സംഭവം നടന്ന് മറക്കാൻ പറ്റില്ല. നമ്മളെ ഷാജുമാഷ് സ്പോൺസർ ചെയ്താണ്. നമ്മളെ പിരിഞ്ഞു പോണ ഷാജുമാഷെ, ഇത് വല്ലാത്ത ജാതി. ഔ അപ്പൊ നാളെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമോടെ നടക്കണം. അപ്പൊ എല്ലാവരും പങ്കെടുക്കണം, വിജയിപ്പിക്കണം. വീട്ടുകാരെ എല്ലാവരോടും പോന്നോളെ. കുറച്ച് കലാകാരോടെ കാണാം. പഴയ മിമിക്രി കലാകാരനാണേ മമ്മതേ. 22-ാം തീയതി നമ്മളെ സ്കൂളിന്റെ വാർഷികം. അന്ന് നമ്മളെ സ്ഥല MLA ബഹുമാനപ്പെട്ട നജീബ് കാന്തരത്തുണ്ട്. അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ഷാജിയത്തുണ്ട്. അതുപോലെ തന്നെ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് എല്ലാവരും ഉണ്ട്. ഈ സ്കൂളിലെ പ്രത്യേകത മക്കളെ, ഈ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും വയസ്സന്മാരും എല്ലാവരും പഠിച്ച സ്കൂളിലാണ്. അതായത് ഒരു 100 ആണ്ടിലേറെ പഴക്കണ്ട്. അതായത് വാപ്പാന്റെ വല്യപ്പാരൊക്കെ ഇരുന്ന് പഠിച്ച സ്കൂളാണ്. കളിച്ചും ചുരുത്തും വളർന്ന സ്കൂളാണ്. അങ്ങനെ ഒരു പ്രത്യേകത നമ്മളെ പൊന്നിയാർച്ച സ്കൂളിൽ. ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് പൊന്നിയോർച്ച് സ്കൂളിൽ നിന്ന് എത്ര കലാകാരന്മാര്, ഉദ്യോഗസ്ഥര്, ഡോക്ടർമാര്, വക്കീലന്മാര്, പോലീസുകാര്, അധ്യാപികമാര്, അധ്യാപകര്, അങ്ങനെ എത്ര ഉദ്യോഗസ്ഥരാണ് ഈ പൊന്നിയോർച്ച് സ്കൂളിൽ നിന്ന് പഠിച്ച് ഉയർന്നിട്ടുള്ളത്. അപ്പൊ എനിക്കും അങ്ങനെ ഒരു ഭാഗ്യം എനിക്കും കിട്ടി. അപ്പൊ മക്കളെ മറക്കണ്ട, നമ്മൾ 22-ാം തീയതി ദിവസം അറിയാലോ യാത്രക്കും അതുപോലെ തന്നെ സ്കൂൾ വാർഷികം. അതിന്റെ മുന്നോടിയായിട്ട് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘം നമ്മൾ സ്കൂളിൽ നടക്കണ്ടേ. നാളെ ഉച്ചശേഷം 3 മണിക്ക് അന്നീ മമ്മതും ഉണ്ടാവും, നാട്ടുകാരും നമ്മളെല്ലാവരും ഉണ്ടാവും. നമ്മൾ ഒരുമിച്ച് നടത്തുന്ന പരിപാടിയാണ്. അപ്പൊ എന്തായാലും വരാൻ മറക്കരുത്, നമ്മളുണ്ടാവും.